പ്രാവശ്യം പറയണോ ഗേറ്റ് ഒന്ന് അടിച്ചിട്ട് പോണോന്ന്. ഇപ്പഴാണെങ്കിലോ നാട്ടിലെ മൊത്തം കള്ളന്മാരുടെ ശല്യവാ. എന്നിട്ടും ഈ കുട്ടികളോട് പറഞ്ഞാൽ അവര് കേൾക്കോ? അതില്ല. ഓ എന്റെ ദൈവമേ, ഗേറ്റ് മാത്രമല്ലതാ ഫ്രണ്ട് ഡോറും ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇവരെ ഇന്നും ഞാൻ ശരിയാക്കാനുണ്ട്. അമ്മേ, അമ്മ വന്നോ? അല്ല കുട്ടിയോളെ, നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീടിന്റെ ഡോറൊക്കെ അടച്ചിട്ട് അകത്തിരിക്കണോന്ന്. മനു എവിടെ? അമ്മേ, ഏട്ടൻ അവിടെ അകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നില്ലേ അമ്മ, നമ്മുടെ വീട് ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് ഒരു ആന്റി വന്നിട്ടുണ്ട്. ഇപ്പോഴോ? മാഡം, ഞാനാണ് മാഡം വീട്ടിൽ ജോലിക്ക് വന്നത്. അല്ല, നാളെ അല്ലേ വരൂന്ന് പറഞ്ഞത്? എന്താ ഇന്നെ വന്നോ? ഇന്നാരും ഒഴിവില്ലെന്നല്ലോ പറഞ്ഞത്. അത് പിന്നെ മാഡം, ആദ്യം ഒഴിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇന്ന് എവിടെയും ജോലിയൊന്നുമില്ല. അപ്പൊ ഞാൻ ഫ്രീ ആയതുകൊണ്ട് എന്നെ അവരയച്ചു. ഓ അതെയോ, ശരി എന്നാ. മാഡം, എന്നാ ഞാൻ ഈ ക്ലീനിങ് തുടങ്ങിക്കോട്ടെ? ആ ശരി തുടങ്ങിക്കോ. അപ്പൊ മാഡം, ചൂലൊക്കെ എവിടെയാണുള്ളത്? ചൂലും മോപ്പൊക്കെ ആ പുറത്തുള്ള സ്റ്റോർ റൂമിലുണ്ട്. ഞാൻ എടുത്ത് തരണോ അല്ല നിങ്ങൾ എടുക്കോ? ഇല്ല മാഡം, നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞാൻ എടുത്തോളാം. അല്ല വേണ്ട, നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് വന്നാലേ, ഞാൻ എടുത്ത് തരാം. ഓക്കെ മാഡം. മോളെ ചിഞ്ചു, ഈ വെജിറ്റബിൾസ് ഒക്കെ ആ കിച്ചണിൽ കൊണ്ടുപോയി വെക്കട്ടാ. ആ ശരി അമ്മേ. ചേച്ചി ചൂലും മോപ്പും എല്ലാ റൂമും ക്ലീൻ ചെയ്യണോ? ആ എല്ലാം ചെയ്യണം. എന്റെ പണി തുടങ്ങാനുള്ള സമയമായി. ലതേ, ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നത്. വെറുതെ ഇവിടം വരെ നടന്നു. തിരിച്ചു പോയേക്കാം. ആ ലത കൊച്ച, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കൊറേ വിളിച്ചു. പിന്നെ ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ച് പോവാൻ ഇറങ്ങിയതാ. ഞാനേ അപ്പുറത്ത് വേറെ കേട്ടുന്നുണ്ടായിരുന്നേ. ഓ അതെയോ മോളെ, ഞാൻ വന്നത് ബുദ്ധിമുട്ടായി പോയോ? അയ്യോ, അങ്ങനൊന്നുമില്ല മാധവേട്ടാ. ഞാനില്ലേ മോളെ, കുറച്ച് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തരാൻ വേണ്ടി വന്നതാ. ഇല്ലപ്പാ, വീട്ടില് ഫംഗ്ഷൻ ഒന്നുമില്ല. നിന്റെ മോള് പൈങ്കിളിയില്ലേ, അവളോട് ഞാൻ ക്യാരറ്റ് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നേ. അപ്പൊ കുറച്ച് അധികം ഉണ്ടായി. ഞാൻ കുറച്ച് ഹൽവ ഉണ്ടാക്കി. ഹൽവേ കുറച്ച് കൂടുതലായി പോയി. അപ്പൊ ബാക്കിയുള്ളത് ഞാൻ ഇങ്ങോട്ട് തരാന്ന് വിചാരിച്ച്. പിന്നെ പൈങ്കിളിക്കാണെങ്കിലേ മധുരമൊക്കെ ഇഷ്ടല്ലേ, അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ മോളെ. അയ്യോ വേണ്ടായിരുന്നു ചേട്ടാ, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടൊക്കെ കൊണ്ടുവന്നേ? നിങ്ങളാണെങ്കിലേ അവൾക്ക് 50 രൂപയും കൊടുത്തേ നേരത്തെ. ആ പൈസ കൊണ്ട് തന്നെ അവൾ കുറെ ചോക്ലേറ്റ്സും ലേസും ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അവള് ചെറിയ കൊച്ചല്ലേ, കഴിക്കട്ടെന്ന്. ചെറിയ കുട്ടികളാകുമ്പോ മധുരവും കഴിക്കണം, എരിവും കഴിക്കണം, പുളിയും ഒക്കെ കഴിക്കണം. ഇതൊക്കെ കഴിച്ചിട്ടേ കുറച്ച് തടിയൊക്കെ ഉഷാറാവട്ടെ. ഇതേ അവൾക്ക് കൊടുക്കട്ടാ, ഞാൻ പോകുന്നു. പാവം മനുഷ്യന്, ഉണ്ടാക്കിയ ഹൽവ മൊത്തം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. പാവം, എത്രയാന്ന് വെച്ചാ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കുന്നല്ലേ. കുറച്ച് നീ കഴിച്ചിട്ടേ ബാക്കി അച്ഛന് വെച്ചേക്കട്ടാ. ഓക്കേ മമ്മി. ഹായ് ഹലോ. എടോ, താന് കുറെ സമയമായല്ലോ ചിരിക്കാൻ തുടങ്ങിയിട്ട്. അതിന് മാത്രം ചിരിക്കാൻ ഇനി എന്തിരിക്കുന്നു? പോലീസേ, നിങ്ങൾക്കൊന്നും അറിയില്ല. ഇനി കാണാൻ പോകുന്ന പൂരം ഞാൻ എന്തിനു പറഞ്ഞറിയിക്കണം? നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാം. അയ്യോ ചേച്ചി, നിങ്ങൾ ഈ മുറ്റൊന്നും അടിക്കണ്ട ചേച്ചി. എന്താ മോളെ? വേണ്ട ചേച്ചി, നിങ്ങൾ ഈ മുറ്റൊന്നും അടിച്ചു വാരില്ലേലും പ്രശ്നമില്ല. അകത്ത് ഫുള്ള് ക്ലീൻ ചെയ്യട്ടാ. അടിച്ച് തോർത്ത്. പിന്നെ ആ ഗ്ലാസ്സിലൊക്കെ പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് തോർത്തിട്ടാ. ശരി മോളെ. നിങ്ങൾക്ക് വൃത്തിയാക്കി കഴിഞ്ഞോ? ഇനി ബെഡ്റൂം മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ അടിച്ചു വാരിട്ടോ. ആ ശരി അത് പതുക്കെ ചെയ്താൽ മതി കേട്ടോ. അല്ല ചേച്ചി, നിങ്ങൾ നാട് എവിടെയാ? ഇതിനു മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെയാ മോളെ. അവിടെ ഒരു സായി മന്ദിരമില്ലേ, അതിന്റെ ബാക്കിലായിട്ട് വരും എൻ്റെ വീട്. ഓ അതെയോ, എനിക്കിതിനു മുമ്പ് കണ്ടതായിട്ടൊന്നും ഓർമ്മയില്ല. ഞാൻ ഇപ്പോഴാണ് ഇവിടെ താമസം മാറി വന്നത്. എന്നാലും താമസം മാറി വന്നിട്ട് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞു. ഓ അതെയോ, എന്നാലും ഞാനിതുവരെ കണ്ടതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാറില്ല. പിന്നെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങും. ഓ അതായിരിക്കും കാണാത്തത്. ശരി. മനുവേട്ടാ. എന്താടി, എന്താ കാര്യം? ഞാനേ അസൈൻമെന്റ് ഫുൾ ആയിട്ട് എഴുതേ. എനിക്ക് എപ്പോഴാ ഷവർമ കൊണ്ടുവന്ന്? എല്ലാം എഴുതി കഴിഞ്ഞോ? 2 അസൈൻമെന്റ് എഴുതി കഴിഞ്ഞേ? 2 അസൈൻമെന്റ് എഴുതി കഴിഞ്ഞ് ഫുൾ ആയിട്ട് എഴുതി. എടി, ഇപ്പൊ 5 മണിയല്ല ആയതുള്ളൂ. ഞാനൊരു 6-7 മണിയാവുമ്പോഴേ കൊണ്ടുവരാട്ടോ. എന്താ മനുവേട്ടാ, ആയിട്ടെന്നല്ലേ പറഞ്ഞു ഞാൻ എഴുതി കഴിഞ്ഞ അപ്പൊ തന്നെ കൊണ്ടുവരാന്ന്. എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? എടി, ഇപ്പോഴല്ലേ ഷവർമ കട തുറന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാം. എനിക്ക് എങ്ങനെ നന്നായിട്ട് അറിയാം, നീ കള്ളം പറയുക. വെറുതെ പിന്നെ തരാന്ന് പറഞ്ഞിട്ട് പിന്നെ തരാനേ ഉണ്ടാവില്ല. എടി, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വാങ്ങിത്തരാന്ന്.
ഞാൻ കുറച്ച് കിടന്നോട്ടെ, എന്നിട്ടേ പിന്നെ വാങ്ങിത്തരാം. കുറച്ച് അങ്ങോട്ട് നീങ്ങി കിടക്ക്, ഞാനും കിടക്കുന്നു. ഓ അങ്ങനെയൊക്കെയാണോ? ആ ശരി ശരി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ആ ശരി ശരി, ഞാനിപ്പം വെക്കുന്നേ. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ചേച്ചി ചേച്ചി എന്നാ ചായ. ആ മോളെ, മധുരം കുറച്ചല്ലേ ഇട്ടത്? ഇപ്പൊ ഞാൻ കുറച്ചായിട്ടത്, വേണമെങ്കിൽ ഇട്ട് തരാം. അയ്യോ വേണ്ട മോളെ, വേണ്ട, കുറച്ച് മതി, ഷുഗർ ഉള്ളതാ. ചേച്ചി നിങ്ങളുടെ ശമ്പളം അതൊക്കെ എങ്ങനെയാ? ഇവിടെ മുമ്പ് ജോലിക്കുണ്ടായില്ലേ, അവർക്ക് എത്രയാ ശമ്പളം കൊടുക്കുന്നത്? അതേ ശമ്പളം തന്നാൽ മതി. ശരി ശരി. ജോലിക്ക് കഴിഞ്ഞോ? ഇല്ല ഇല്ല, ഇനി ഒരു ബെഡ്റൂം കൂടി ബാക്കിയുണ്ട്. ഓക്കെ ഓക്കെ, പെട്ടെന്ന് തീർത്തോട്ടോ. ശരി ശരി. നിങ്ങൾ എവിടെയാ ജോലിക്ക് പോകുന്നത്? ഞാനിവിടെ അടുത്ത് തന്നെയാ, ഒരു കോളേജിലെ ലെക്ചറാ. എനിക്ക് കോളേജിൽ പോകുന്നതുകൊണ്ട് വീട് വൃത്തിയാക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല, അതാ നിങ്ങളെ വിളിച്ചത്. ഓ അതെയോ. ഇനി വീടൊക്കെ വൃത്തിയാക്കിയിട്ട് നിങ്ങൾ എപ്പോഴാ രാത്രി വീട്ടിൽ പോകുന്നത്? ഇന്ന് ഇവിടെ തന്നെ താമസിച്ചോളട്ടോ. ബാക്കിയുള്ള റൂമൊക്കെ നാളെ വൃത്തിയാക്കാം. ശരി മോളെ, ആയിക്കോട്ടെ.